യേശു ഒരു നാൾ വന്നിടുമേ തൻ വിശുദ്ധരെ ചേർത്തിടുവാൻ വനമേഘത്തിൽ ദൂതരുമാ. യേശു ഒരു നാൾ വന്നിടുമേ തൻ വിശുദ്ധരെ ചേർത്തിടുവാൻ വനമേഘത്തിൽ ദൂതരുമാ. യേശു ഒരു നാൾ വന്നിടുമേ. ഇഹലോക ജീവിതമോ വെള്ളത്തിൻ കുമിളകൾ പോലെ, സ്വർഗീയ ഭവനമതോ സ്നേഹത്തിൻ ഉറവിടമാകും. ഹല്ലേലൂയ പാടാം ഒരുമയോടെ. യേശു ഒരു നാൾ വന്നിടുമേ തൻ വിശുദ്ധരെ ചേർത്തിടുവാൻ വനമേഘത്തിൽ ദൂതരുമാ. യേശു ഒരു നാൾ വന്നിടുമേ. മണവാട്ടിയാം സഭയെ കാന്തൻ വരവിനായി ഒരുങ്ങാം. സ്വർഗീയ നാദം കേൾക്കുമ്പോൾ കർത്താവിനോടൊപ്പം പോകാം. ഹല്ലേലൂയ പാടാം ഒരുമയോടെ. യേശു ഒരു നാൾ വന്നിടുമേ തൻ വിശുദ്ധരെ ചേർത്തിടുവാൻ വനമേഘത്തിൽ ദൂതരുമാ. യേശു ഒരു നാൾ വന്നിടുമേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. God has shown you, O man, what is good. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ആത്മാവും ദൈവമേ ഞങ്ങളെ സഹായിക്കണം, പഠിപ്പിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം തിരുവചനം. ബുക്ക് ഓഫ് മീഖ ചാപ്റ്റർ 6 verse 8. God has shown you, O man, what is good, and what does the Lord require of you but to do justly and to love mercy and walk humbly with your God. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് നൽകിയ ഈ കുറിവാക്യം അടിവരയിട്ട് ഹൃദയത്തിൽ ഒന്ന് പ്രതിഷ്ഠിക്കുന്നത് നന്നായിരിക്കും. കാരണം പൊതുവെ മനുഷ്യൻ്റെ വിചാരം ദൈവം ആവശ്യപ്പെടുന്ന ഈ കാര്യങ്ങൾ സൗകര്യപൂർവ്വം മറന്നിട്ട് മറ്റെന്തൊക്കെയോ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണെന്ന്
ചെയ്തു തീർക്കാനുള്ള വെപ്രാളത്തിലാണ്, മാർത്തായെപ്പോലെ. ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്, വ്യക്തമായി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി കർത്താവ് ദൈവവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധ വെച്ച് പഠിക്കാം. ഒന്ന്, ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക. ഒന്ന്, ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക. 50-50 അല്ല, 100%. അതാണ് സുവിശേഷം 22:37-38. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന, രണ്ടാമത്തേത് അതിനോട് സമം. ഇന്നും ദൈവത്തിൻ്റെ ഈ തിരുവചനം ഈ ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ മാറ്റലുകൊള്ളുകയാണ്. ഓരോ ക്രൈസ്തവനോടും ഓരോ ക്രിസ്ത്യാനിയോടും പരിശുദ്ധാത്മാവ് ദൈവം ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ചിലർ പറയും ഉണ്ട് 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 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവ് ചോദിക്കുകയാണ്, യു കോൾ മീ ലോർഡ് ലോർഡ് ആൻഡ് വൈ ഡോണ്ട് യു ഒബേ വാട്ട് ഐ സേ? നിങ്ങൾ എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ പറയുന്നത് ചെയ്യുന്നില്ലേ? സ്തോത്രം. കർത്താവ് പറയുന്നത് കേൾക്കണമെങ്കിൽ ആ ശബ്ദം അടച്ചു വച്ചിരിക്കുന്ന ചില ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞ് മുൻപിൽ നിൽക്കുന്ന ചില പ്രതിനിധികളുണ്ട്. അവരൊന്ന് താന്ന് കൊടുത്താൽ ജനത്തിന് ഈ സത്യം അറിയാൻ പറ്റും. രണ്ടാമത്തെ പാഠം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് അയൽക്കാരനെ സ്നേഹിക്കുക. 10 കൽപ്പന എത്രയുണ്ടെന്ന് ചോദിച്ചാൽ പലർക്കും അത് പെട്ടെന്ന് പിടികിട്ടത്തില്ല. 10 കൽപ്പന എത്ര ഉണ്ട്? കറക്റ്റായിട്ട് ഇപ്പോഴും പലർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അയൽക്കാരനെ സ്നേഹിക്കുക. രണ്ടാമത്തെ പാഠം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ലേ? രണ്ടാമത്തെ കാര്യം അയൽക്കാരനെ സ്നേഹിക്കുക. ഹൂ ഈസ് മൈ നെയ്ബർ? ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് പരതി നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ആദ്യം സ്വന്തം കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുക. ആദ്യം നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക. ആദ്യം നിന്റെ മക്കളെ സ്നേഹിക്കുക, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുക. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ചാരിറ്റി എന്ന് പറയുമ്പം സ്നേഹമാണ്. അതായത് സുവിശേഷം 22:39 കർത്താവ് പറയുന്നുണ്ട്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഹൂ ഇസ് മൈ ഫ്രണ്ട്? വാർദ്ധക്യത്തിലായിരിക്കുന്ന നിന്റെ അപ്പനാണ് നിന്റെ ഫ്രണ്ട്. വാർദ്ധക്യത്തിലായിരിക്കുന്ന നിന്റെ അമ്മയാണ് നിന്റെ ഫ്രണ്ട്. ആ ഫ്രണ്ടിനെ നീ അനാഥാലയത്തിൽ കൊണ്ട് വിടല്ലേ? സ്തോത്രം. ഇപ്പം നിനക്ക് സമയമില്ല, അതുകൊണ്ട് അവരെ നോക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ വയ്ക്കുകയാണ്. ഓർത്തോളം നീയും പ്രായമാകും. നിന്റെ ഇപ്പോഴത്തെ മക്കൾ, ഈ ഡിജിറ്റൽ മക്കൾ, നിന്നെ കുറച്ചുകൂടി ഹൈഫൈ ഉള്ള അനാഥാലയത്തിൽ കൊണ്ടേയിടും. അപ്പോൾ നീ വിവരം അറിയും. ഹല്ലേലൂയ, സ്തോത്രം. അയൽക്കാരനെ അന്വേഷിച്ച് നടക്കില്ലേ? സ്തോത്രം. നിന്നിലേക്ക് തന്നെ നോക്കുക. മൂന്നാമത്തെ പാഠം ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നല്ലതെന്നത് ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ലേ? സ്തോത്രം. മൂന്നാമത്തത് പാപത്തെക്കുറിച്ച് അനുതപിക്കുക. പാപത്തെക്കുറിച്ച് അനുതപിക്കുക. ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ പ്രശ്നം പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധവുമില്ല. പച്ചവെള്ളം പോലെയാണ് വലിച്ചു കുടിക്കുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം, മദ്യപാനി സ്വർഗത്തിൽ കടക്കില്ല എന്ന് ദൈവവചനത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികൾ സ്വർഗത്തിൽ കടക്കത്തില്ല. കാരണം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെള്ളം അടിക്കുന്നതും മദ്യം കഴിക്കുന്നതും ആരാണ്? മറ്റുള്ള ജാതിയോ മറ്റു സമൂഹത്തിലോ ഉള്ളവരൊന്നുമല്ല, ക്രിസ്ത്യാനി നീയാണ്. നിന്റെ വീട്ടിൽ തന്നെ നല്ല കള്ള് വിളമ്പുന്ന ഷാപ്പില്ലയോ? ഒരുപക്ഷെ നിന്റെ അപ്പം തന്നെ ആയിരിക്കാം വലിയൊരു ഷാപ്പ്. സ്തോത്രം. കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഈ തിരുവചനം മാത്രം പലരുടെ ഉള്ളിൽ കയറിയിട്ടില്ലേ? പലർക്കും ബൈബിളെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഷോക്കേറ്റതുപോലെയാണ്. നീ വായിക്കരുത് ദൈവവചനം, ബൈബിള് നീ വായിക്കരുത്. വായിച്ചാൽ നീ നന്നാകും, നിന്റെ കുടുംബം രക്ഷപ്പെടും, നീയും നിന്റെ മക്കളും കർത്താവിനെ ആരാധിക്കും. അപ്പം അതുകൊണ്ട് ബൈബിൾ വായിക്കരുത്. ഞങ്ങളുടെ പാരമ്പര്യത്തിൽ തന്നിരിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. പാരമ്പര്യത്തിൽ തന്ന വിശ്വാസത്തിൽ ഉറച്ചു നീ നിന്നാൽ നീ നേരെ ശുദ്ധീകരണ സ്ഥലമെന്നും പറഞ്ഞൊരു സ്ഥലമില്ല, നേരെ യാതനാസ്ഥലത്തേക്ക് പോവുള്ളൂ. മൗനമാണ്. നിനക്കതിൽ നിന്ന് രക്ഷപ്പെടണം. വീട്ടിലിരിക്കുന്ന ബൈബിൾ എടുത്ത് വായിച്ച് ആത്മാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഇതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. ടണ്ടൻ
പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞതുപോലെ എനിക്കും ഏറ്റുപറഞ്ഞ് അവിടുന്ന് സ്വീകരിച്ച സ്നാനം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം അനുതാപം. നാലാമത്തെ കാര്യം ദൈവം എന്തെന്ന് കാണിച്ചു തന്നത്, അനുസരണത്തോടെ ജീവിപ്പിൻ. അനുസരണത്തോടെ ജീവിപ്പിൻ. ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അനുസരണം. ഹല്ലേലൂയ. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ്. 10 കൽപ്പനയുടെ കാര്യം മാത്രമല്ല, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, വെളിപ്പാട് മുതൽ ഉൽപ്പത്തി വരെ കർത്താവിൻ്റെ ശബ്ദമാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആഹാ, പിന്നെന്താ മകനെ മകളെ ഞാൻ പറയുന്നത് നീ അനുസരിക്കാത്തത്? അതെന്തുവാ കർത്താവേ? നിന്നോട് ആരാ പറഞ്ഞത് ശിശുസ്നാനമാ സത്യമെന്ന്? കർത്താവേ, അത് ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. മോനെ മോളെ, ഞാനല്ല അത് പറയുന്നത്. നിന്റെ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിലൂടെ ദുരാത്മശക്തിയാണത് പറയുന്നത്. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നവരെ വേണം സ്നാനപ്പെടുത്താനാണ്. അത് നീ അനുസരിച്ചിട്ടുണ്ടോ? അനുസരണത്തോടെ ജീവിപ്പിക്കുക. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളൂ. ഹല്ലേലൂയ. 5-ാമതായിട്ടുള്ളത് എന്താണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്? വിശുദ്ധ ജീവിതം നയിപ്പിൻ. 1 പത്രോസ് 1:15-16. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പാവികളാണെന്ന് പറഞ്ഞ് നീ എത്ര നാളിങ്ങനെ കുത്തിയിരിക്കും? അതുകൊണ്ട് ആദ്യം പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് നിർത്തിയിട്ട്, സ്തോത്രം, ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് ഒരു വിശുദ്ധനായിട്ട് ജീവിക്കണം. നീ മരിക്കേണ്ടത് പാവിയായിട്ടില്ല. പാവിയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തത്തുമില്ല. നീ മരിക്കേണ്ടത് ഒരു വിശുദ്ധനായിട്ടാണ്. ദൈവത്തിൻ്റെ വചനം വിശുദ്ധരെന്ന് വിളിക്കുന്നത് ആരെയാണെന്നറിയാവോ? ജീവിച്ചിരിക്കുന്നവരെയാണ്. മരിച്ചുപോയവരെ ദൈവവചനത്തിൽ വിശുദ്ധരാണെന്ന് പറഞ്ഞിട്ടില്ല. ജീവിച്ചിരിക്കുന്നവരെയാണ് വിശുദ്ധരെന്ന് വിളിക്കുന്നത്. 1 പത്രോസ് 2:9 ഒന്ന് വായിച്ചു നോക്കണം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായ എല്ലാ നടപ്പിലും വിശുദ്ധരാവുകയാണ്. എല്ലാ നടപ്പിലും വിശുദ്ധരാണെങ്കിൽ കുടുംബത്തിൽ അടിയില്ല. എല്ലാ നടപ്പിലും വിശുദ്ധരാണെങ്കിൽ സഭയിൽ അടിയില്ല. എല്ലാ നടപ്പിലും വിശുദ്ധരാണെങ്കിൽ സമൂഹത്തിൽ അടിയില്ല. എല്ലാ നടപ്പിലും വിശുദ്ധരാണെങ്കിൽ വേല ചെയ്യുന്നവന് കറക്റ്റായിട്ടുള്ള കൂലി കൊടുക്കും. ഹല്ലേലൂയ. ആ കറക്റ്റായിട്ടുള്ള കൂലി കൊടുക്കാതെ കണ്ട എത്രയോ മക്കളാണ് നിന്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ നരകയാതന അനുഭവിക്കുന്നത്. സ്തോത്രം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ അഭിഷിക്തർ റൺ ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷനും കൈക്കൂലിയും പുറകിലുള്ള കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല. പാവപ്പെട്ടവൻ്റെ കണ്ണീര് ദൈവസന്നിധിയിലെത്തും. നീ എത്ര വലിയ ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശരി, വിശുദ്ധ ജീവിതം നയിപ്പിൻ. 6-ാമതായി കർത്താവ് നമ്മളോട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്, നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ല എന്ന് ചോദ്യത്തിന് 6-ാമത്തെ കാര്യം, നിരന്തരം പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുവിൻ. 1 തെസ്സലോനിയർ 5:16-18 വരെ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. സ്തോത്രം. എപ്പോഴും പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ തോൽപ്പിക്കാനോ ഒരൊറ്റ പിശാചിനും സാധ്യമല്ല. നീ ഇടക്കിടക്ക് തോറ്റു തൊപ്പിയിടുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം? നീ പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥനയിൽ നീ സന്തോഷിക്കുന്നില്ല. എ മാൻ ഓഫ് പ്രയർ വിൽ ബി നോട്ടീസ്ഡ് ബൈ ദ ഡെവിൾ. എപ്പോഴും സന്തോഷിപ്പിൻ. എങ്ങനെ? എപ്പോഴും കരയാനാണോ പറഞ്ഞത്? എപ്പോഴും സന്തോഷിപ്പിൻ. റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. നന്ദിയുള്ള ഹൃദയം വേണം. ദൈവമേ, ഞാനിന്ന് അനുഭവിക്കുന്ന ഈ നന്മകൾ എൻ്റെ കഴിവല്ലപ്പ, നിന്റെ ദാനമാണ്. നന്ദിയപ്പ. നന്ദി പറയുവാനായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ കുഷ്ഠരോഗിയെപ്പോലെ എപ്പോഴും നീ നിന്റെ കുടുംബവും ദൈവസന്നിധിയിൽ മുട്ടും മടക്കണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവെന്ന് ചോദിച്ച ചോദ്യത്തിന് ഈ വചനപ്രകാരം ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുക. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ന്യായം പ്രവർത്തിക്കാം, ദയാതൽപരനായിരിക്കാം, ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരുന്ന് ദൈവകൽപ്പനകളനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാം. അതിനായി സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങൾ ആയുസിൻ്റെ ഒരു ദിനം കൂടെ തന്നതിനായി സ്തോത്രം. കർത്താവേ,
തിരുവചനത്തിലൂടെ വ്യക്തമായി ഇന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. എളിമയുടെ, താഴ്മയോടെ, വിനയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ വചനപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഓരോ ദിനവും ഓരോ നിമിഷവും നാൾക്കുനാൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നു, അകമേയുള്ള മനുഷ്യനെ വചനത്തിൻ്റെ ശക്തിയാൽ, വചനമെന്ന മായമില്ലാത്ത പാലിനാൽ, മന്നയാൽ അവിടുന്ന് ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. സകല രോഗങ്ങളെയും അവിടുന്ന് സൗഖ്യമാക്കിയിരിക്കാൻ നന്ദി പറയുന്നു. ഞങ്ങൾ ഐക്യമെത്തിപ്പെട്ടുകൊണ്ട് അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങൾ വഴി നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളാരും നിന്നതല്ലപ്പാ, അവിടെ ഞങ്ങൾ നിർത്തിയതാണ്. ഒന്നും നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ്. സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി പഠനത്തിനായി, ജോലിക്കായി പോയിട്ടുള്ള വിശുദ്ധരെ, സഹവിശ്വാസികളെ, സഹവിശുദ്ധരെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുപതിക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ മക്കളെ സഹായിക്കണം. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം ലോക നേതാക്കന്മാരുടെ ഉള്ളിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അനുഗ്രഹിച്ചതിനായി നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ലോകത്തിൽ കാൺമതല്ല നശ്വരമാണെന്നതോർക്ക, കൈപ്പണിയല്ലാത്തതാ വാസസ്ഥലം നമുക്കൊരുക്കും. ഹല്ലേലൂയ പാടാം ഒരുമയോടെ. യേശു ഒരു നാൾ വന്നിടുമേ, തൻ വിശുദ്ധരെ ചേർത്തിടുവാൻ. വനമേഘത്തിൽ ദൂതരുമാ യേശു ഒരു നാൾ വന്നിടുമേ, തൻ വിശുദ്ധരെ ചേർത്തിടുവാൻ. വനമേഘത്തിൽ ദൂതരുമാ